നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്നുള്ള ഈ പാഠശാലയിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്തെല്ലാം നേടിയാലും അത് ഞാൻ എന്നുള്ള ഈ ഒരു വ്യക്തിത്വം ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അതാണ് വിദ്യാദദാതി വിനയം. ഞാൻ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്നു. എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം എൻ്റെ ഒപ്പം വേണം. എനിക്ക് പ്രപഞ്ചത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിന്റെ ധർമ്മത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഹൃദയം തന്നെയാണ്. നമ്മുടെ ഉള്ളില് മനസ്സാക്ഷിയുണ്ട്, കോൺഷ്യൻസ്. എന്തെങ്കിലും രീതിയിൽ സ്വാർത്ഥമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ മനസാക്ഷിയിലൊരു പ്രിക്ക് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് കള്ളത്തരം കാണിക്കുമ്പോൾ ഒളിച്ചു വെക്കാൻ തോന്നുന്നത്, നുണ പറയാൻ തോന്നുന്നത്. പല തെളിവുകൾ ഞാനത് ചെയ്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി നിരത്തേണ്ടി വരുന്നു. സത്യത്തിന് തെളിവുകൾ ആവശ്യമില്ല. സത്യം സത്യമാണ് എപ്പോഴും. അപ്പൊ കോൺഷ്യൻസിന്റെ പ്രിക്ക് പ്രവർത്തനത്തിനെ കാണാം. നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാലേ ഒരുപാട് എക്സ്ക്യൂസസും എക്സ്പ്ലനേഷൻസും ക്വാറൽസും ഡിസ്കഷൻസും ഡിബേറ്റ്സും ഒക്കെ നടക്കുന്നു. സ്നേഹത്തിന്റെ തലത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല. കാരണം എല്ലാവരും പരസ്പരം മനസ്സിലാക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ജീവിതം നയിക്കുന്നു. അപ്പൊ പ്രകൃതിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഡിബേറ്റ് ഒന്നുമില്ല. ഒരു ആൽമരം ഒരു മാവിന്റെ ഒപ്പം ഡിബേറ്റ് നടത്തുന്നില്ല. മൃഗങ്ങൾ നമ്മൾ ഡിബേറ്റ് ഒന്നുമില്ല. അവരവരുടെ ജീവിതം സ്വതസിദ്ധമായിട്ട് ജീവിക്കുന്നു. ഒരു സിംഹം ഒരു മാനിനെ കൊന്നു വെച്ചിട്ട് ഇപ്പോഴും മാനുകൾക്ക് സിംഹത്തിനോട് ദേഷ്യമൊന്നുമില്ല, വൈരാഗ്യമൊന്നുമില്ല. ഇത്രയും കൊല്ലത്തെ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം മാനുകൾ ഒരു കൂട്ടായിട്ട് സിംഹത്തെ ആക്രമിച്ച് കീഴടക്കേണ്ടതായിരുന്നു. നമ്മൾ പഞ്ചതന്ത്രം കഥകളൊക്കെ നമ്മുടെ സ്വഭാവം അനുസരിച്ച് മൃഗങ്ങളെ നിർമ്മിച്ചിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ചെടികൾക്ക് അങ്ങനെയില്ല. മനുഷ്യന് മാത്രമേ ഇതുള്ളൂ. മനുഷ്യൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവന് വേണം. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു മോശമായി സംഭവിച്ചാൽ അതൊന്നും ഞാനല്ല, വേറെ ആരോ ആണ്, അവരൊക്കെയാണ് ചെയ്തത്. അപ്പോൾ വേഗം വിരൽ ചൂണ്ടുന്നു മറ്റേ ഒരാളുടെ അടുത്തേക്ക്. ഒരു കഥ നടന്നതാണെന്ന് അറിയില്ല, മുമ്പേ പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടി പറയാം. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ മാനേജ്മെന്റ് ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു വലിയ കമ്പനിയിൽ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യണം. ജോലിക്ക് ഇന്റർവ്യൂ എടുക്കണല്ലോ ആദ്യം. ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇദ്ദേഹം വളരെ നന്നായി പറഞ്ഞു. നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്. അവസാനം ഒരു മെമ്പർ ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചു.
അപ്പൊ എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു. അമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അമ്മ തുണി അലക്കുകയാണ്. വീടുകളിൽ പോയിട്ട് തുണി അലക്കുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് അലക്കി തേച്ച് കൊടുക്കുന്നു. അപ്പോൾ നീ അമ്മയെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മ എപ്പോഴും പറയും മോൻ പഠിക്കുക, മോൻ പഠിച്ച് വലുതാവണം, എൻ്റെ മാതിരിയൊന്നും ആവണ്ട. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി പോയിട്ട് അമ്മയുടെ കൈകളിലേക്ക് നോക്കാൻ പറഞ്ഞു, എന്നിട്ട് നാളെ തിരിച്ച് വരാൻ പറഞ്ഞു. ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം വീട്ടിൽ പോയി അമ്മയുടെ കൈകളിലേക്ക് നോക്കി. അമ്മയുടെ കൈയൊക്കെ പല സ്ഥലത്ത് ക്രാക്ക് ചെയ്ത് മുറിഞ്ഞിട്ടുണ്ട്, അലക്ക് കാരണം ഡ്രൈ ആയിട്ടുണ്ട്, ചില മുറികളൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് കണ്ണിന് വെള്ളം വന്നു. കണ്ണുകള് വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ണുനീര് അമ്മയുടെ കയ്യിൽ വന്നു. അപ്പൊ അമ്മ ചോദിച്ചു, എന്താ മോനെ കരയുന്നത്? ഒന്നുമില്ല അമ്മ, ഇന്ന് ഞാൻ തുണി അലക്കാം, അമ്മ റെസ്റ്റ് എടുത്തോളൂ. അപ്പൊ അമ്മ വേണ്ട വേണ്ട, നീ എന്തിനാ ബുദ്ധിമുട്ടത്, ഞാൻ ഈ ജോലി ചെയ്യാനുള്ളതല്ലേ, വേണ്ട അമ്മ. നിർബന്ധിച്ചിട്ട് അമ്മയെ റെസ്റ്റ് എടുപ്പിച്ചിട്ട് അദ്ദേഹം തുണികളൊക്കെ അലക്കും. മനസ്സിൽ വളരെയധികം ഒരു ആനന്ദം അനുഭവിച്ചു. പിറ്റേ ദിവസം ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്നിട്ട് അവർ ചോദിച്ചു, മെമ്പർ ചോദിച്ചു, എന്താണ് നീ കണ്ടത്? എൻ്റെ അമ്മയുടെ കൈകൾ കണ്ടു. എനിക്കൊരു കാര്യം ബോധ്യമായി, ഞാൻ നേടിയതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല. എൻ്റെ അമ്മ ആ സഹായങ്ങൾക്ക് എനിക്ക് ഇത്രയും പ്രപഞ്ചം സഹായിക്കുന്നത് എൻ്റെ അമ്മയിലൂടെയാണ് അത് വന്നിട്ടുള്ളത്. അമ്മ എനിക്ക് സ്നേഹം നൽകുന്നു. അമ്മയിലേക്കും ഈ സഹായം വരുന്നത് പ്രപഞ്ചത്തിലൂടെയാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തികളും സ്നേഹമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് തന്നു. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കൃഷിക്കാര്, തുണി നെയ്യുന്ന ആൾക്കാര്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാർ, ടീച്ചേഴ്സ്, പുസ്തകം എഴുതിയ ആൾക്കാർ, എത്ര ആൾക്കാർ, നമ്മൾ എഴുതുന്ന പെന്ന് നിർമ്മിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല നേടിയത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു കൃതജ്ഞത തോന്നി, ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി. ഇന്റർവ്യൂ ബോർഡ് പറഞ്ഞു, യു ആർ ടേക്കൺ, നിനക്ക് നാളെ തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. ഒരു വ്യക്തിക്ക് എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഒരേ ഒരു ക്വാളിറ്റി എന്ന് പറയും ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഓൺലി സിൻ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞത്. ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സഹായിച്ച പ്രപഞ്ച ശക്തികളൊക്കെ ധിക്കരിക്കുന്ന ഒരു സ്വഭാവം, അതാണ് കൃതജ്ഞത. അത് പാപം, വേറെ പാപമൊന്നുമില്ല. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്ന സിന്നാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ എല്ലാവരോടും ഇൻഡിവിജ്വലായിട്ട് താങ്ക്സ് പറയാൻ സാധിക്കാത്തതുകൊണ്ട് ബാബുജി മഹാരാജ് പറയുന്നത് ഈശ്വരനോട് നന്ദി പറയാം. എല്ലാത്തിനും ആധാരമായിട്ടൊരു സ്രോതസ് ഉണ്ട് എന്ന് സയൻസും പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്രോതസ്സിലേക്ക്, എന്നെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ അനുവദിക്കുന്ന, എനിക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന, ഞാൻ നന്ദി പ്രകടിപ്പിക്കും. ഞാൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് കണ്ടിന്യൂ. ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? നന്ദി എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കല്ല. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആ നൽകിയത് എങ്ങനെയാണോ നിസ്വാർത്ഥമായിട്ട് നമ്മളിലേക്ക് വന്നത്, നമ്മൾ സഹായം ലഭിച്ചിട്ടുള്ള ആൾക്കാർക്കും തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. ആരാണ് ചെയ്തതെന്ന് നമുക്കറിയാം. നമുക്ക് തേങ്ങ തരും. ഏത് തെങ്ങ് നമുക്ക് തേങ്ങ എന്ന് അറിയാൻ പറ്റും? ഏത് സ്ഥലത്തെ വെള്ളം കുടിക്കുന്ന അറിയാൻ പറ്റും? ആരാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത് അറിയാൻ പറ്റും? ആരാണ് ഈ പുസ്തകങ്ങൾ രചിച്ചത്? അവർക്കൊക്കെ നമുക്ക് താങ്ക്സ് പറയാൻ പറ്റും? ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ ആ സ്രോതസ്സിലേക്ക്, അതിനാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയും. നന്ദി, ഞാൻ ഈ ബോധത്തോടു കൂടി പ്രവർത്തിച്ചോളാം, ഞാൻ തടസ്സമായി നിൽക്കില്ല, ഈഗോ തടസ്സമായി നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കുക. ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് നല്ലതും ചീത്തയാവാം. നല്ലത് വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് വളരെ നാരോ ഗ്രാറ്റിറ്റ്യൂഡ്. അവിടെയും എൻ്റെ ഈഗോ ഇടപെടുന്നു. എനിക്ക് നല്ലതല്ലാത്തതിനെ ഞാൻ സ്വീകരിക്കില്ല. അതല്ല ശരിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിന്ന് എല്ലാ അനുഭവങ്ങളും, എനിക്ക് നല്ലതും ചീത്തയാണെങ്കിലും പതുക്കെ പതുക്കെ എന്നെ ശരിയായിട്ടുള്ള സ്നേഹത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള അനുഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കും. അച്ഛൻ കുട്ടിയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ കുട്ടി ഫുട്പാത്തിൽ നിന്ന് താഴേക്കറും അച്ഛൻ പിടിച്ച് നേരെ കൊണ്ടുവരും. കുട്ടി വഴിതെറ്റിപ്പോകുമ്പോൾ അച്ഛനും അമ്മയും കറക്റ്റ് ചെയ്യുന്നു, ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുന്നു. ഈ കറക്റ്റീവ് ആക്ഷൻസിന് നമുക്ക് ദേഷ്യം വരും. എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞു? പക്ഷെ ശരി, ദേഷ്യമല്ല വേണ്ട, കൃതജ്ഞത വേണ്ട. സഹജമാർഗത്തിലെ പ്രധാനപ്പെട്ട 2 പ്രമാണങ്ങൾ, ക്രിറ്റിസിസം തരുന്ന, നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യുന്നവരെയും നമ്മുടെ ജീവിതത്തിൽ സഫറിങ്സ് വരുന്ന അനുഭവങ്ങളെല്ലാം നമ്മൾ ദിവ്യാനുഗ്രഹങ്ങളായിട്ട് സ്വീകരിച്ച് നന്ദിയുള്ളവരായിരിക്കണമെന്നാണ്. കാരണം എന്താണ്? നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള സത്യത്തിലേക്ക് കറക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണത്. അപ്പൊ നമ്മൾ നന്ദിയുള്ളവരായിട്ട് ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോയി, ഞാനത് ചെയ്യില്ല, അല്ലെങ്കിൽ നല്ലതാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യും. ക്രമേണ ക്രമേണ എൻ്റെ ഹൃദയം വിശാലമായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ റിയൽ എക്സ്പ്രഷൻ ഓഫ് പ്രയർ എന്ന് പറയും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമുക്ക് ഈ എക്സിസ്റ്റൻസ് തന്നതും ഇതിലൂടെ എനിക്ക് ആ പൂർണ്ണത എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുകൾ തരുന്നതും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നതിനും
ഉള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. കൃതജ്ഞതയായിരിക്കണം ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന തലമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.